ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ്. അച്ചാർ ഉപ്പിലിടുന്ന വീഡിയോസൊക്കെ നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ നാളുകൾ കേടുകൂടാതെ എങ്ങനെയാണ് നമ്മൾ അച്ചാറിടുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ആദ്യം എൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം, നമ്മുടെ വീട്ടിൽ നാരങ്ങയൊക്കെ നിറയെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് പൊട്ടിക്കണതും ഉപ്പിലിടുന്നതും ഒക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോളൂ. അപ്പോൾ ആ ഉപ്പിലിട്ട നാരങ്ങ വെച്ചിട്ട് നമുക്കിന്ന് ഒരു അച്ചാർ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ പുതിയതായി കാണുന്ന വല്ല കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും പറയണ പോലെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തോളൂ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഉപ്പിലിട്ട് വെച്ച നാരങ്ങകൾ കേട്ടോ. നാരങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ടുള്ളതാണ്. ഒരു പൂപ്പൽ പോലും വരില്ല കേട്ടോ ഇങ്ങനെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടോളൂ. അപ്പോൾ ഞാൻ അന്നൊരു കുറച്ചധികം തന്നെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ആവശ്യാനുസരണം മുളകിടാലോ എന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ ഇട്ട് വെക്കുന്നത് കേട്ടോ. ഈ ഉപ്പിലിട്ടത് കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. നമ്മൾ കാന്താരി മുളകും ചൊറുക്കിയും ഒക്കെ കൂടിയിട്ടാണ് അന്ന് ഉപ്പിലിട്ട് വെച്ചിട്ടുള്ളത്. ഇങ്ങനെ അച്ചാർ കഴിക്കണമെങ്കിൽ ഇങ്ങനെ കഴിക്കാം. ഞാൻ ഇന്ന് ഇതിലൊന്ന് മിളകിട്ടിട്ടൊന്ന് കുറച്ച് ഉലുവയും കായും ഒക്കെ ഒന്ന് പൊടിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു കുപ്പിയിലത്തെ ഈ ഉപ്പിലിട്ടത് മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലായിരുന്നു. അപ്പോൾ മിളകിടാണ്ട് കഴിക്കണമെങ്കിൽ ഇങ്ങനെ കഴിക്കാം. നമുക്കൊന്ന് മിളകും കായും അതൊക്കെ ഒന്ന് പൊടിച്ചിട്ടിട്ട് ഒരു ചെറിയൊരു രീതിയിലൊരു അച്ചാർ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിനായിട്ടൊരു പാൻ വെച്ചു. പാനിൽ നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കാറ്. എപ്പോഴും നല്ലെണ്ണയാണ് അച്ചാർ ഉണ്ടാക്കാൻ നല്ലത് കേട്ടോ. അപ്പോൾ നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തു. നല്ലെണ്ണ ഞാൻ കുറച്ച് തന്നെ കേട്ടോ നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. അതിന് ശേഷം ഞാൻ നമ്മുടെ കടുക് പൊട്ടിക്കാൻ വിട്ട് കൊടുത്തു. കടുക് പൊട്ടി കഴിയുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഈ പൊട്ടുമ്പോൾ ഞാനൊന്നും മൂടി വയ്ക്കും കേട്ടോ, അല്ലെങ്കിൽ ആകെ ഫുൾ പുറത്തേക്കൊക്കെ ആകെ പൊട്ടിക്ക് തെറിക്കും. എന്നിട്ട് ഞാൻ കുറച്ച് തന്നെ ഒരു 5-6 മണി ഉലുവ ഇട്ട് കൊടുത്തു കേട്ടോ. അതും പൊട്ടിക്കഴിയണം. അതങ്ങനെ ഇല്ലാണ്ട് കടുകിൻ്റെ പോലെ അങ്ങോട്ട് പൊട്ടി ഇതാവില്ല. കടുകാണ് ആകെ പൊട്ടി ആകെ എല്ലാ ഭാഗത്തേക്കും എത്തും. അപ്പോൾ ഞാനത് അങ്ങനെ ഒന്ന് മൂടി വയ്ക്കും കേട്ടോ. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു, ഒപ്പം തന്നെ അതിലിട്ട് കൊടുത്തു. അപ്പോൾ അതൊന്ന് മൂത്ത് വരണം. അപ്പോൾ 2 പച്ചമുളകും ഇട്ട് കൊടുക്കുക. അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂക്കട്ടെ. ഒന്ന് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും നല്ലൊരു മൂത്ത് കഴിഞ്ഞ ഒരു മണം വരണ വരെ അതുപോലെ ഒന്ന് അല്ലാണ്ട് കരിയണ്ട, ഒരു മൂത്ത സ്മെല്ല്, നല്ലൊരു അച്ചാറിൻ്റെ സ്മെല്ല് വരും. അതിന് ശേഷം നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില കുറച്ച് തന്നെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ആവശ്യാനുസരണം നിങ്ങൾക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തു. എല്ലാം കൂടി അങ്ങോട്ട് മൂക്കട്ടെ. അപ്പോൾ അതൊക്കെ മൂത്ത് വരുമ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം മൂത്ത് കിട്ടും. അപ്പോൾ എല്ലാം മൂത്ത് സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമുക്ക് നമ്മുടെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്ന മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. വേറെ പൊടികളൊന്നും ഇട്ട് കൊടുക്കണില്ല. അപ്പം നമ്മൾ ആവശ്യത്തിന് എത്രയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനപ്പോൾ ഒരു 3 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഈ ഉപ്പിലിട്ട ചെറുനാരങ്ങയിൽ നമ്മൾ ചെറിയ ചൂന്നിമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എരിവും കൂടി ആവും. അപ്പോൾ ജസ്റ്റ് ഒരു 3 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അതിൽ നല്ലോണം നമ്മൾ അന്ന് ഉപ്പിലിടുമ്പോൾ പച്ചമുളക് കീറിയിട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ എരിവൊക്കെ നമുക്ക് കറക്റ്റായിരിക്കും. അപ്പോൾ അതിൻ്റെ പച്ചമണം മാറണ വരെ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഉപ്പിലിട്ട നാരങ്ങയില്ലേ, അപ്പോൾ അതിൽ കുറച്ച് വിനാഗിരിയും അതൊക്കെ ഒഴിച്ചിട്ടുള്ള കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് നമുക്ക് ഒറ്റ ട്രിപ്പ് തന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് വേഗം മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചെറുനാരങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു ചെറുനാരങ്ങ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ലോണം ചാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊറ്റ ട്രിപ്പ് ആയിട്ട് നമ്മൾ ഇട്ട് കൊടുത്തു. നമുക്ക് ചെറുനാരങ്ങ ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അച്ചാർ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. കുറേ നാൾ നമുക്കിങ്ങനെ കേട് കൂടാതിരിക്കും. നമ്മൾക്ക് ഇവിടെ കടയിൽ നിന്ന് വില കുറവിലൊക്കെ കിട്ടുകയാണെങ്കിൽ തന്നെ നമുക്കിതുപോലെ ഉപ്പിലിട്ട് വെച്ചിട്ട് നമുക്ക് ആവശ്യാനുസരണം എടുത്ത് മുളകിട്ട് അച്ചാറിടാം കേട്ടോ. അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചാറൊക്കെ ഒന്ന് വറ്റിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ട നല്ലോണം ചാറുണ്ട്. അപ്പോൾ ചാറ് ആവശ്യമുള്ളവർക്ക് ഇങ്ങനെ ആക്കാം. ഞാനപ്പോൾ നമ്മുടെ ഉലുവയും കായും ഒക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പൊടി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ രണ്ടും കൂടി ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതിട്ട് കൊടുത്തു. അതിട്ടിട്ട് ഒന്ന് ഇളക്കി. പിന്നെ നമ്മൾ ഉപ്പ് പൊടി ഇട്ടിട്ടില്ല കേട്ടോ. ഉപ്പ് പൊടി ഓൾറെഡി നമ്മൾ ഈ ഉപ്പിലിട്ട ചെറുനാരങ്ങ വെള്ളത്തിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ലാസ്റ്റ് എല്ലാം സെറ്റായതിന് ശേഷം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഒക്കെ വറ്റി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അടിപൊളി നാരങ്ങച്ചാറ് തന്നെയാണ് കേട്ടോ. നമുക്കൊരു ഉടച്ചിൽ വരികയോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെ ഉപ്പിലിട്ട് വെച്ചിട്ട് ഇടുകയാണെങ്കിൽ സൂപ്പറായിരിക്കും അച്ചാർ കേട്ടോ. കണ്ടോ,
അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ഇനിയിപ്പോൾ നമുക്കിത് കഴിയുന്നതിനനുസരിച്ച് ഇങ്ങനെ വേണമെങ്കിൽ അച്ചാർ ഇടാം കേട്ടോ. അപ്പോൾ ഞാനിതാ ബോട്ടിലേക്ക് തന്നെ ആക്കി വെച്ചു. നമ്മളൊരു ചില്ലി ബോട്ടിലാണ് അച്ചാറൊക്കെ ആക്കി വെക്കാൻ ആവശ്യത്തിന് അപ്പോൾ എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് നമ്മുടെ ചില്ലി ബോട്ടിലേക്ക് തന്നെ തിരിച്ചാക്കി വെച്ചു കേട്ടോ. പിന്നെ വെള്ളം നനവ് ആയി കഴിഞ്ഞാൽ നമുക്കപ്പോൾ പൂത്ത് പോകും കേട്ടോ. അപ്പോൾ നമുക്ക് വെള്ളമൊന്നും അങ്ങനെ തൊടാൻ പാടില്ല. നമ്മൾ എടുക്കണ സ്പൂണുകളിലൊക്കെ തുടച്ചിട്ട് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ പിന്നെ കുറേ നാളിങ്ങനെ കേടുവിടാതെ നാരങ്ങ ഇരിക്കും കേട്ടോ. അപ്പോൾ ആ നാരങ്ങയൊക്കെ നിങ്ങൾ ഇതുപോലെ ഉപ്പിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അച്ചാർ വേണമെന്ന് വെച്ചാൽ ഉണ്ടാക്കാൻ സിമ്പിളാണ്. അപ്പോൾ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.